പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഞാൻ ക്ലാസ് 6ൻ്റെ 7ൻ്റെയും ഫുൾ വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതായിരുന്നു. പക്ഷേ ഈ വർഷം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറ്റമുണ്ട്. അപ്പം വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സിൽ പാറ്റേൺസ് എന്താണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വാട്ട് ഈസ് മാത്തമാറ്റിക്സ് എന്നുള്ള പോർഷൻ നമുക്ക് നോക്കാം. എന്താണ് മാത്തമാറ്റിക്സ്? Mathematics is, in large part, the search for patterns and for the explanation as to why those patterns exist. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് പാറ്റേൺസിന് വേണ്ടിയുള്ള ഒരു സെർച്ചിങ് ആണ്. അതേപോലെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പാറ്റേൺസ് എക്സിസ്റ്റ് ആവുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. Such patterns indeed exist all around us in nature, in our home and schools, and in the motion of the sun, moon and stars. അപ്പോൾ ഇതേപോലെയുള്ള പാറ്റേൺസ് എവിടെയൊക്കെ എക്സിസ്റ്റ് ആവുന്നുണ്ട്? നമുക്ക് ചുറ്റും ഉള്ള ഓൾ അറൗണ്ട് us, നമുക്ക് ചുറ്റുമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള പാറ്റേൺസ് എക്സിസ്റ്റ് ആവുന്നുണ്ട്. ഇൻ നേച്ചർ, പ്രകൃതിയിലുണ്ട്. ഇൻ അവർ ഹോംസ് ആൻഡ് സ്കൂൾ, നമ്മുടെ വീടുകളിലുണ്ട്, സ്കൂളുകളിലുണ്ട്. ആൻഡ് ഇൻ ദ മോഷൻ ഓഫ് ദി സൺ, മൂൺ ആൻഡ് സ്റ്റാർസ്, അതേപോലെ സൺ, മൂൺ, സ്റ്റാർസ് ഇതിൻ്റെ എല്ലാം ചലനത്തിൽ എന്തുണ്ട്? പാറ്റേൺസ് ഉണ്ട്. ദേ ഒക്കർ ഇൻ എവരിതിങ് ദാറ്റ് വി ഡു ആൻഡ് സീ, ഫ്രം ഷോപ്പിംഗ് ആൻഡ് കുക്കിംഗ്. അതായത് നമ്മൾ ചെയ്യുകയും കാണുകയും ചെയ്യുന്ന എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? പാറ്റേൺ ഒക്കറാകുന്നുണ്ട്. ഫ്രം ഷോപ്പിംഗ് ആൻഡ് കുക്കിംഗ് ടു ത്രോവിങ് എ ബോൾ ആൻഡ് പ്ലേയിങ് ഗെയിംസ് ടു അണ്ടർസ്റ്റാൻഡിങ് വെതർ പാറ്റേൺസ് ആൻഡ് യൂസിങ് ടെക്നോളജി, ഇതിലെല്ലാം എന്തുണ്ട്? പാറ്റേൺസ് ഒക്കറാകുന്നുണ്ട്. Okay, for example, the understanding of patterns in the motion of stars, planet and their satellites led humankind to develop the theory of gravitation, allowing us to launch our own satellite and send rockets to the moon and to Mars. Okay, the understanding of patterns in the motion of stars, planet and their satellite. അതായത് സ്റ്റാർസിൻ്റെയും പ്ലാനറ്റിൻ്റെയും അതിൻ്റെ സാറ്റലൈറ്റിൻ്റെയും ചലനത്തിലെ പാറ്റേൺ എന്തിന് സഹായിക്കുന്നു? ആ പാറ്റേൺസിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്തിനു സഹായിക്കുന്നു? അലവിങ് ആസ് ടു ലോഞ്ച് അവർ ഓൺ സാറ്റലൈറ്റ്, അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാൻ നമ്മളെ അലൗ ചെയ്യുന്നു. ആൻഡ് സെൻഡ് റോക്കറ്റ്സ് ടു ദ മൂൺ ആൻഡ് ടു മാർസ്, അതായത് മൂണിലേക്കും മാർസിലേക്കും ഒക്കെ റോക്കറ്റിനെ സെൻഡ് ചെയ്യാൻ വേണ്ടി അലൗ ചെയ്യുന്നു. സിമിലർലി അണ്ടർസ്റ്റാൻഡിങ് പാറ്റേൺസ് ഇൻ ജീനോംസ് ഹാസ് ഹെൽപ്ഡ് ഇൻ ഡയഗ്നോസിങ് ആൻഡ് ക്യൂറിങ് ഡിസീസസ്. അതായത് ജീനോംസിലെ പാറ്റേൺസിനെ കുറിച്ചുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യുന്നു? ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യാനും അതിനെ ക്യൂർ ചെയ്യാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട്. Can you think of other example where mathematics help us in our everyday lives? അതായത് നമ്മുടെ എവരിഡേ ലൈഫിൽ മാത്തമാറ്റിക്സ് നമ്മെ സഹായിക്കുന്ന മറ്റുദാഹരണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ എന്നാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഇല്ലേ? അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? യെസ് എന്ന് എഴുതാം. അടുത്തത് ഹൗ ഹാസ് മാത്തമാറ്റിക്സ് ഹെൽപ്പ് പ്രോപ്പൽ ഹ്യൂമാനിറ്റി ഫോർവേഡ്. അതായത് പ്രോപ്പൽ ഹ്യൂമാനിറ്റിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി മാത്തമാറ്റിക്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. യു മൈറ്റ് തിങ്ക് ഓഫ് എക്സാമ്പിൾ ഇൻവോൾവിങ് ക്യാരിയിങ് ഔട്ട് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്, റണ്ണിങ് അവർ എക്കണോമി ആൻഡ് ഡെമോക്രസി, ബിൽഡിംഗ് ബ്രിഡ്ജസ്, ഹൗസസ് ഓർ അതർ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്, മേക്കിംഗ് TVs, മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ബൈസൈക്കിൾസ്, ട്രെയിൻസ്, കാർസ്, പ്ലെയിൻസ്, കാലണ്ടേഴ്സ്, ക്ലോക്ക് എക്സെട്ര. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സാമ്പിളുകൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഞാൻ എഴുതാൻ പോയാൽ ടൈം ഒത്തിരി വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്. നോക്കിയേ, ഇറ്റ് ഈസ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ലോസ് ആൻഡ് ഫോഴ്സസ് ഇൻ ഫിസിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സ് ഇതിലെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ലോസ് ആൻഡ് ഫോഴ്സസ് ഇൻ ഫിസിക്സ്.
പിന്നെന്താണ് എക്കണോമി ആൻഡ് ഡെമോക്രസി. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അനലൈസിങ് എലക്ഷൻ റിസൾട്ട് ആൻഡ് പ്ലാനിങ് പബ്ലിക് പോളിസീസ്. അതായത് ഇലക്ഷൻ റിസൾട്ടും അനലൈസ് ചെയ്യുന്നതിനും പബ്ലിക് പോളിസീസ് പ്ലാൻ ചെയ്യുന്നതിനുമൊക്കെ മാത്തമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യും. എൻജിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ. മാത്സ് ഈസ് യൂസ്ഡ് ടു ഡിസൈൻ ആൻഡ് ബിൽഡ് ബ്രിഡ്ജസ്, ബിൽഡിങ്സ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ്. എൻജിനീയേഴ്സ് യൂസ് ഇറ്റ് ടു മേക്ക് ഷുവർ ദീസ് കൺസ്ട്രക്ഷൻസ് ആർ സേഫ് ആൻഡ് സ്റ്റേബിൾ. ഇപ്പോൾ ബ്രിഡ്ജസ്, ബിൽഡിംഗ്, അതർ സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക്സ്. മാത്സ് ഈസ് എസെൻഷ്യൽ ഇൻ മേക്കിംഗ് TVs, മൊബൈൽ ഫോൺസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ക്രിയേറ്റിംഗ് ആൽഗരിതംസ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ്. അപ്പോൾ മാത്സ് എന്തിനു യൂസ് ചെയ്യുന്നു? ക്രിയേറ്റിംഗ് ആൽഗരിതം ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ്. ഇതിനു വേണ്ടി മാത്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ. മാത്സ് ഹെൽപ്പ് ഡിസൈൻ ആൻഡ് ഓപ്പറേറ്റ് bicycles, train, cars and planes. It is used to calculate speed, fuel efficiency and directions. അപ്പോൾ ഇവിടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഫ്യൂവൽ എഫിഷ്യൻസിയിൽ, ഡയറക്ഷൻസിൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ടൈം കീപ്പിംഗ്. മാത്സ് ഈസ് യൂസ് ടു ഡെവലപ്പ് അക്യുറേറ്റ് കലണ്ടർ ആൻഡ് ക്ലോക്സ്. അക്യുറേറ്റ് ആയിട്ടുള്ള കലണ്ടറും ക്ലോക്സ് ഡെവലപ്പ് ചെയ്യാൻ മാത്സ് യൂസ് ചെയ്യുന്നു. അടുത്തത് മെഡിസിൻ. മാത്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ മെഡിക്കൽ ഇമേജിംഗ് ലൈക്ക് MRI സ്കാൻസ് ആൻഡ് ഇൻ കാൽക്കുലേറ്റിംഗ് മെഡിക്കേഷൻ ഡോസേജസ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് മോഡൽ ഹൗ ഡിസീസസ് സ്പ്രെഡ്. നമുക്ക് MRI സ്കാൻസിലും അതേപോലെ മെഡിക്കേഷൻ ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുമൊക്കെ നമുക്ക് മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്ട്രോണോമി ആൻഡ് സ്പേസ് എക്സ്പ്ലോറേഷൻ. മാത്സ് ഈസ് കീ ഇൻ കാൽക്കുലേറ്റിംഗ് ദ പാത്സ് ഓഫ് പ്ലാനറ്റ് ആൻഡ് സ്റ്റാർസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്ലാനിങ് സ്പേസ് മിഷൻ ആൻഡ് ലോഞ്ചിങ് സാറ്റലൈറ്റ്സ്. പാറ്റേൺസ് ഇൻ നമ്പേഴ്സ്. നമ്പേഴ്സിലെ പാറ്റേൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എമംഗ് ദ മോസ്റ്റ് ബേസിക് പാറ്റേൺസ് ദാറ്റ് ഒക്കർ ഇൻ മാത്തമാറ്റിക്സ് ആർ പാറ്റേൺസ് ഓഫ് നമ്പേഴ്സ്, പർട്ടിക്കുലർലി പാറ്റേൺസ് ഓഫ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ മാത്തമാറ്റിക്സിൽ സംഭവിക്കുന്ന ബേസിക് പാറ്റേണുകളിൽ നമ്പേഴ്സിൻ്റെ പാറ്റേണും ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോൾ നമ്പേഴ്സിൻ്റെ പാറ്റേൺസ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഹോൾ നമ്പേഴ്സ്? 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1, 2, 3 എക്സെട്ര ഇങ്ങനെ എഴുതുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു 0യും കൂടെ വരും. ഹോൾ നമ്പേഴ്സ് 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് സ്റ്റഡീഡ് പാറ്റേൺസ് ഇൻ ഹോൾ നമ്പേഴ്സ് ഈസ് കോൾഡ് നമ്പർ തിയറി. അതായത് ഹോൾ നമ്പേഴ്സിലെ പാറ്റേൺസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന മാത്തമാറ്റിക്സിലെ ബ്രാഞ്ചിനെ നമ്മൾ നമ്പർ തിയറി എന്ന് പറയും. ഇനി നോക്കിയേ, എക്സാമ്പിൾ ഓഫ് നമ്പർ സീക്വൻസസ്. നമുക്കിവിടെ കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് നമ്പർ സീക്വൻസസിൻ്റെ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, 1 1 1 1 1 എക്സെട്ര എല്ലാം 1കളാണല്ലേ. അതായത് ഇവിടെ നമുക്ക് 0യുടെ കൂടെ 1 ആഡ് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ 0യുടെ കൂടെ 1 ആഡ് ചെയ്തെല്ലാം 1 ആണ് നമുക്കിവിടെ ഉള്ളത്. ഇതൊരു സീക്വൻസ് ആണ്. ഇനി നോക്കിയാൽ 1 2 3 4 5 6 7 ഇത് കൗണ്ടിങ് നമ്പേഴ്സാണ്. ഈ കൗണ്ടിങ് നമ്പേഴ്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ, അതായത് 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പോൾ 1 + 1 = 2. ഇനി 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. 2 + 1 = 3. ഇനി 3യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സിനെ കിട്ടുക. അതായത് പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടും. അടുത്തത് 1 3 5 7 9 11 13 എക്സെട്ര ഓഡ് നമ്പേഴ്സിൻ്റെ പാറ്റേൺ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ ഓഡ് നമ്പേഴ്സിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? ഫസ്റ്റ് നമ്പർ 1 ആണ് അല്ലേ. 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി. ഇനി 3യുടെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ഇനി 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. 7ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. അപ്പോൾ 3 5 7 9 കണ്ടോ? ഈ ഓരോ പ്രീവിയസ് നമ്പറിൻ്റെ കൂടെയും 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത ഓഡ് നമ്പേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ പാറ്റേൺ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി അടുത്തത് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സിൽ എങ്ങനെയാണ്? ഈവൻ നമ്പേഴ്സിൽ 2 4 6 8 10 12 14 ഇങ്ങനെയാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം?
2ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 4 കിട്ടും. ഇവിടെയും പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത്? 2 ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി 2 + 2 ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. ഇനി 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ നമുക്ക് 6 കിട്ടും. 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 6 കിട്ടും. ഇനി 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 8 കിട്ടും. 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ പാറ്റേൺ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ നമ്പേഴ്സ് കിട്ടും. ഓഡ് നമ്പേഴ്സും നമുക്ക് അങ്ങനെ തന്നെയാണ് ഇവിടെ കിട്ടിയത് അല്ലേ. ഇനി അടുത്തത് 1, 3, 6, 10, 15, 21, 28 ഇത് ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ട്രയാങ്കുലർ നമ്പേഴ്സ് എന്താണെന്ന് ഇനി വരുമ്പോൾ ഞാൻ കാണിക്കാം. അതായത് ഈ ട്രയാങ്കുലർ നമ്പേഴ്സിനെ നമ്മൾ ഡോട്ട് ഇട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സാണ് ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് 1 ഇവിടെ നമുക്ക് 1 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത നമ്പർ 3 ആണ്. ആ 3 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി. ഇനി അടുത്തത് 6 ആണല്ലേ. ഈ 6 എന്ന് പറയുന്നത് 1 + 2 + 3 ആണ് 6 എന്ന് പറയുന്നത്. ഇനി അടുത്തത് 10 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 1 + 2 + 3 + 4 ആണ് 10 എന്ന് പറയുന്നത്. ഇനി അടുത്തത് 15 അതെന്തായിരിക്കും? 1 + 2 + 3 + 4 + 5 ആണ് 15 എന്ന് പറയുന്നത്. അടുത്തത് 21 അപ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ കൂടെ 6ഉം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും 21. അടുത്തത് അതിൻ്റെ കൂടെ 7ഉം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും 28. അപ്പോൾ ട്രയാങ്കുലർ നമ്പേഴ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 1 + 2 3 ഈ 3യുടെ കൂടെ 3 ആഡ് ചെയ്താൽ 6 കിട്ടും. 6ൻ്റെ കൂടെ അടുത്ത നമ്പറായ 4 ആഡ് ചെയ്താൽ 10 കിട്ടും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാറ്റേൺ എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് വരിക കേട്ടോ. ഇനി അടുത്തത് സ്ക്വയേഴ്സ് 1, 4, 9, 16, 25, 36, 49 ഇത് സ്ക്വയേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? 1 എന്ന് വെച്ചാൽ 1 × 1 നമുക്ക് 1 എന്ന് എഴുതാം. ഇനി അടുത്തത് 4 ആണ്. ദാറ്റ് ഈസ് 2 × 2 4. അടുത്തത് 9 എന്ന് വെച്ചാൽ എന്താ? 3 × 3 9. അടുത്തത് 16 4 × 4 16. അതായത് ഒരു നമ്പറിനെ ആ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സാണ് നമുക്കിതാ ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1നെ 2 ടൈംസ് എഴുതിയാൽ 1 കിട്ടും. 2നെ 2 ടൈംസ് എഴുതിയാൽ 4 കിട്ടും. 3യെ 2 ടൈംസ് എഴുതിയാൽ 9 കിട്ടും. 4നെ 2 ടൈംസ് എഴുതിയാൽ 16 കിട്ടും. ഇനി 5നെ 2 ടൈംസ് എഴുതിയാൽ നമുക്ക് 25 കിട്ടും. 6നെ 2 ടൈംസ് എഴുതിയാൽ നമുക്ക് 36 കിട്ടും. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ക്യൂബ്സ് 1, 8, 27, 64, 125, 216 ഇതാണ് ക്യൂബ്സ് ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ക്യൂബ്സ് എന്ന് വെച്ചാൽ ഒരു നമ്പറിനെ തന്നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ക്യൂബ്സ് എന്ന് പറയുന്നത്. അതായത് 1 × 1 × 1 അത് നമുക്ക് 1 തന്നെ കിട്ടും. ഇനി 2 × 2 × 2 എന്ത് വരും? 2 × 2 4, 4 × 2 8. ഇനി 3 × 3 × 3 എന്ത് വരും? 3 3s are 9, 9 3s are 27. നമ്മുടെ നമ്പേഴ്സ് ഇവിടെ എന്തായിരുന്നു? 1, 8, 27 കണ്ടോ. ഇനി 4 × 4 × 4 ചെയ്താൽ നമുക്ക് 64 കിട്ടും. 5 × 5 × 5 ചെയ്താൽ 125 കിട്ടും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെയാണ്. 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. 3യെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 27 കിട്ടും. ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത് 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് ഇങ്ങനെയാണ് നമ്മളിതിനെ റീഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്യൂബ് എന്ന് പറയുന്നത് ഒരു നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ക്യൂബ്. ഓക്കെ. ഇനി അടുത്തത് 1, 2, 3, 5, 8, 13, 21 ഇതാണ്. ഇതിനെ വിരഹങ്ക നമ്പേഴ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. അതായത് 1, 2, 3, 5, 8, 13, 21. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 2 കിട്ടിയിരിക്കുന്നത് 1ൻ്റെ കൂടെ 1 തന്നെ ആഡ് ചെയ്തപ്പോൾ
2 കിട്ടി. ഇനി ഈ 3 എന്ന് പറയുന്നത് 2വിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. 5 എന്ന് പറയുന്നത് 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 8 എന്ന് പറയുന്നത് 5ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. അപ്പോൾ ഞാനത് നിങ്ങളെ ഇങ്ങോട്ടൊന്ന് എഴുതി കാണിക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതുവാണ്. ഏതൊക്കെയായിരുന്നു? 1 2 3 5 8 1 2 3 5 8 13 21 13 21. ഇതിനെ വിരഹങ്ക നമ്പേഴ്സ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്? 1 + 1 നമുക്ക് 2 കിട്ടി. ഇനി ഇവിടെ 3 എന്ന് പറയുന്നത് ഈ 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് 3. അപ്പോൾ 2 + 1 = 3. ഇനി ഈ 5 എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 2 + 3 = 5. ഇനി അടുത്തത് 5ഉം 3ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് 8 എന്ന് പറയുന്നത്. 8ഉം 5ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് 13 എന്ന് പറയുന്നത്. 13ഉം 8ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് 21. അപ്പോൾ ഒരു നമ്പർ കിട്ടണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുൻപുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് 1ഉം 1ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 2 കിട്ടി. ഇനി 3 കിട്ടണമെങ്കിൽ ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ഈ 5 കിട്ടണമെങ്കിലോ? 5 കിട്ടണമെങ്കിൽ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ഇനി 8 കിട്ടണമെങ്കിലോ? 5ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 13 കിട്ടണമെങ്കിൽ 5ഉം 8ഉം കൂടെ ആഡ് ചെയ്യണം. 21 കിട്ടണമെങ്കിൽ 18ഉം 13ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത നമ്പേഴ്സ് കിട്ടും. അങ്ങനെയുള്ള നമ്പേഴ്സാണ് വിരഹങ്ക നമ്പേഴ്സ്. അടുത്തതാണ് പവർ ഓഫ് 2, അതായത് 2വിൻ്റെ പവറായിട്ട് എഴുതുക. പവർ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ നിങ്ങളെ സ്ക്വയറും ക്യൂബും എഴുതിയപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു. ഇതാ ഇവിടെ ഇങ്ങനെ 1ൻ്റെ മുകളിൽ നമ്മളിങ്ങനെ 2 എഴുതിയല്ലേ. ഈ 2വിനെ നമ്മൾ എന്താ പറയുന്നത്? പവർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ ഇവിടെ എന്തെഴുതണം? പവർ ഓഫ് 2, അതായത് 2വിൻ്റെ പവറായിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 എന്ന് പറയുന്നത് 2 × 0. 2 × 0 ഈസ് 1 കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. 2വിൻ്റെ പവർ 0 ആയിട്ട് വന്നാൽ 1 ആണ്. 2വിൻ്റെതല്ല, ഏതിൻ്റെത് വന്നാലും. 3യുടെ പവർ 0 ആയിട്ട് വന്നാൽ ആൻസർ ഈസ് 1. 4ൻ്റെ പവർ 0 ആയിട്ട് വന്നാൽ ആൻസർ ഈസ് 1. അപ്പോൾ പവർ ഓഫ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2വിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? പവർ കൊടുത്ത് എഴുതണം. അപ്പോൾ 1 എന്ന് പറയുന്നത് 2 × 0 ആണ്. ഇനി 2 എന്ന് പറയുന്നത് 2വിനെ 1 ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 കിട്ടും. അടുത്ത 4 എന്ന് പറയുന്നത് 2 × 2 ആണ്. അപ്പോൾ 2വിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. 8 എന്ന് പറയുന്നത് എന്താണ്? 2 × 2 × 2. 2 2s are 4, 4 2s are 8. അതായത് 2വിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. ഇനി 2വിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 16 കിട്ടും. അപ്പോൾ എന്തെഴുതാം? 2വിൻ്റെ പവർ 4 ആയിട്ട് എഴുതാം. 32 എന്ന് പറയുന്നത് 2വിനെ 5 ടൈംസ്, അതായത് 2 × 2 × 2 × 2 × 2. അങ്ങനെ 2വിനെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 32 കിട്ടും. അതുകൊണ്ട് 2 × 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പവേഴ്സ് ഓഫ് 2 എന്ന് വെച്ചാൽ 2വിൻ്റെ പവേഴ്സായിട്ട് ഈ തന്നിരിക്കുന്ന നമ്പറിനെ എഴുതുക. അപ്പോൾ പവർ എന്തൊക്കെയാണ് ഇവിടെ? 0 1 2 3 4 5 ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. നിങ്ങളിതൊന്നും പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഏതൊരു നമ്പറിനും പവർ 0 ആയിട്ട് കൊടുത്താൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 1 വരുന്നിടത്തൊക്കെ നമുക്ക് എന്തെഴുതാം? 2വിൻ്റെ പവറായിട്ടാണ് എഴുതാൻ പറയുന്നതെങ്കിൽ 2 × 0 എന്ന് എഴുതാം. 3യുടെ പവറായിട്ടാണ് എഴുതാൻ പറയുന്നതെങ്കിൽ 3 × 0 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര ടൈംസ് നിങ്ങൾ സെയിം നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ പവറിൽ എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ 2വിനെ നമ്മൾ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെഴുതാം? 2 × 4, അല്ലെങ്കിൽ 2വിൻ്റെ പവർ 4 ആണ് എന്ന് പറയാം. റീഡ് ചെയ്യുന്നത് 2 × 4 എന്നാണ് കേട്ടോ. അപ്പോൾ 2വിൻ്റെ പവറായിട്ട് നമുക്ക് എഴുതാം. ഇനി അടുത്തത് പവേഴ്സ് ഓഫ് 3 എന്ന് വെച്ചാൽ എന്താ? 3യുടെ പവറിൽ നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ 1 ആണ്. അപ്പം 3യുടെ പവറിലാണ് എഴുതേണ്ടത്. അതുകൊണ്ട് 3യുടെ പവർ 0.
ഇനി 3യെ ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 3 തന്നെ കിട്ടും. അപ്പോൾ 3യുടെ പവർ 1. ഇനി 3യെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. അപ്പോൾ എന്തെഴുതാം? 3യുടെ പവർ 2. ഇനി 3യെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 3 3s are 9, 9 3s are 27. അപ്പോൾ 27നെ നമുക്ക് 3യുടെ പവർ 3 ആയിട്ട് എഴുതാം. 81 എന്ന് വെച്ചാൽ 3യെ 4 ടൈംസ് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 81. അപ്പോൾ 3യുടെ പവർ 4 എന്ന് എഴുതാം. 3യെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 243 കിട്ടും. അപ്പോൾ 3യുടെ പവർ 5 ആയിട്ട് എഴുതാം. ഇങ്ങനെയാണ് പവേഴ്സ് ഓഫ് 3യിൽ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓരോ പാറ്റേൺസ് നമുക്ക് കിട്ടിയല്ലോ. ഓരോ നമ്പേഴ്സിനും നമുക്കിവിടെ എന്ത് കിട്ടി? പാറ്റേൺസ് കിട്ടി. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ആ പാറ്റേൺസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയത് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ഫിഗർ ഇറ്റ് ഔട്ട്. ക്യാൻ യു റെക്കഗ്നൈസ് ദ പാറ്റേൺ ഇൻ ഈച്ച് ഓഫ് ദി സീക്വൻസസ് ഇൻ ടേബിൾ 1? അപ്പോൾ നമുക്ക് ഈ ടേബിൾ 1ൽ സീക്വൻസസിൽ നമുക്ക് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് യെസ് എന്ന് എഴുതാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീറൈറ്റ് ഈച്ച് സീക്വൻസ് ഓഫ് ടേബിൾ 1 ഇൻ യുവർ നോട്ട്ബുക്ക് എലോങ് വിത്ത് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ് ഇൻ ഈച്ച് സീക്വൻസ്. ആഫ്റ്റർ ഈച്ച് സീക്വൻസ് റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് വാട്ട് ഈസ് ദ റൂൾ ഫോർ ഫോമിങ് ദ നമ്പേഴ്സ് ഇൻ ദ സീക്വൻസ്. അപ്പോൾ നമ്മൾ അടുത്ത 3 നമ്പേഴ്സും കൂടെ നമ്മളിവിടെ എന്ത് ചെയ്യണം? എഴുതണം. നെക്സ്റ്റ് 3 നമ്പേഴ്സും കൂടെ എഴുതണം. ആ ഓരോ സീക്വൻസും എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വേർഡ്സിൽ നമ്മൾ ഏത് റൂളാണ് ഈ നമ്പേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളതും കൂടെ നമ്മളിവിടെ എഴുതണം. അപ്പോൾ ആ ടേബിൾ ഞാൻ ഇങ്ങോട്ടൊന്ന് എടുക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിള്. അപ്പോൾ ഇതിൻ്റെ അടുത്ത നമ്പേഴ്സ് എന്തായിരിക്കുമെന്ന് നമ്മളിവിടെ എഴുതണം. ഇവിടെ എല്ലാം 1 തന്നെയാണല്ലേ? അപ്പോൾ അടുത്ത 3 നമ്പേഴ്സ് എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ റൂൾ എഴുതണം. ഇതിൻ്റെ റൂൾ എന്താണ്? ദ റൂൾ ഈസ് ദാറ്റ് എവരി നമ്പർ ഇൻ ദ സീക്വൻസ് ഈസ് 1. ഞാൻ റൂൾ എഴുതുന്നില്ല, ജസ്റ്റ് പറഞ്ഞു തരാം. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പം അത് കേട്ടിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. ഞാൻ എഴുതാനും കൂടെ പോയാൽ ടൈം ഒത്തിരി വേസ്റ്റ് ആകും കേട്ടോ. അടുത്തത് 1 2 3 4 5 6 7. ഇവിടെ എന്തായിരുന്നു നമ്മുടെ റൂള്? നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തത്? ഇത് കൗണ്ടിങ് നമ്പേഴ്സ് ആണല്ലേ? കൗണ്ടിങ് നമ്പേഴ്സിന് എന്താ ചെയ്തത്? പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്താണ് എഴുതിയത്. 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 2 കിട്ടും, 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 3 കിട്ടും, 3യുടെ കൂടെ 1 ആഡ് ചെയ്താൽ 4 കിട്ടും. അങ്ങനെ 7 വരെ ഇവിടെ ഉണ്ട്. ഇനി 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 8 കിട്ടും, 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 9 കിട്ടും, 9ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 10 കിട്ടും. The next 3 numbers are 8, 9, 10. The rule is to add 1 to the previous number. ഇനി അടുത്തത് 1 3 5 7 9 11 13. ഇതെന്തായിരുന്നു? ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയിരുന്നു. ഓഡ് നമ്പേഴ്സിന് എങ്ങനെ ചെയ്തേ? 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 3 കിട്ടി, 3യുടെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി, 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇനി 13ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 15 കിട്ടും, 15ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 17 കിട്ടും, 17ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ നമുക്ക് 19 കിട്ടും. അപ്പോൾ the next 3 numbers are 15, 17, 19. The rule is to add 2 to the previous number. ഇനി അടുത്തത് 2 4 6 8 10. ഇതെന്തായിരുന്നു? ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയിരുന്നു. ഈവൻ നമ്പേഴ്സിൽ നമ്മൾ പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്താണ് അടുത്ത നമ്പർ ഇവിടെ എഴുതിയത്. അപ്പോൾ 14ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 16, 16ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 18, 18ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 20. അപ്പോൾ എന്തെഴുതാം? The next 3 numbers are 16, 18 and 20. The rule is to add 2 to the previous number. റൂള് നിങ്ങൾ എഴുതിക്കണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് 1 3 6 10 15 21 28. ഇതെന്തായിരുന്നു? ഇത് ട്രയാങ്കുലർ നമ്പറിൻ്റെ സീരീസ് ആയിരുന്നു അല്ലേ? 1 3 6 10 അല്ലേ? 1 3 6 10 ട്രയാങ്കുലർ നമ്പേഴ്സിൻ്റെ സീരീസ് ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയത്? ട്രയാങ്കുലർ നമ്പറിൻ്റെ സീരീസ് എങ്ങനെയായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ട്രയാങ്കുലർ നമ്പറിൻ്റെ സീരീസ്. 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് 3, ഇതിൻ്റെ കൂടെ അടുത്ത നമ്പർ ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് 6 കിട്ടി. അതിൻ്റെ കൂടെ അടുത്ത നമ്പർ ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി. അതിൻ്റെ കൂടെ അടുത്ത നമ്പർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15 കിട്ടി ഇല്ലേ? നമുക്കിവിടെ എത്ര വരെയാണ് തന്നിട്ടുള്ളത്? 28 വരെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
28 എന്ന് പറയുന്നത് എത്ര വരെയുള്ള നമ്പറാണ്? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7. 2 പ്ലസ് 1 3, 3 പ്ലസ് 3 6, 10, 15, 21, 28. 7 വരെ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് 28 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ 8ഉം കൂടെ ആഡ് ചെയ്യണം അല്ലേ? 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. അടുത്ത നമ്പർ 36. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ അടുത്ത നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് നോക്കേണ്ടത്. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് 9. അപ്പോൾ 36ൻ്റെ കൂടെ 9ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 45 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ 45. ഇനി ഈ 9ൻ്റെ കൂടെ 10ഉം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 55. ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ നമ്പറിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ് ആർ 36, 45 ആൻഡ് 55. അപ്പോൾ എന്താ? ദ റൂൾ ഈസ് ടു ആഡ് ദ നെക്സ്റ്റ് കൗണ്ടിങ് നമ്പർ ടു ദി പ്രീവിയസ് ട്രയാങ്കുലർ നമ്പർ. അതായത് പ്രീവിയസ് ട്രയാങ്കുലർ നമ്പറിൻ്റെ കൂടെ അടുത്ത കൗണ്ടിങ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ 7 വരെ ആയിരുന്നു. 7ൻ്റെ കൂടെ അടുത്ത കൗണ്ടിങ് നമ്പറായ 8 ആഡ് ചെയ്തു. ഈ ട്രയാങ്കുലർ നമ്പറിൻ്റെ കൂടെ അടുത്ത കൗണ്ടിങ് നമ്പറായ 9 ആഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുന്നത് കേട്ടോ. ഇനി അടുത്തത് 1, 4, 9, 16, 25, 36, 49. ഇതെന്തായിരുന്നു? സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് ആയിരുന്നു അല്ലേ? സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 1ൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. 2ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. 3യുടെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. 4ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടും. 5ൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ 25 കിട്ടും. അങ്ങനെ 49 എന്ന് പറയുന്നത് 7ൻ്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി 8ൻ്റെ കൂടെ 8 മൾട്ടിപ്ലൈ ചെയ്താൽ 64 കിട്ടും. 9ൻ്റെ കൂടെ 9 മൾട്ടിപ്ലൈ ചെയ്താൽ 81 കിട്ടും. 10ൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും. അപ്പോൾ ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ് ആർ 64, 81 ആൻഡ് 100. ഇനി അടുത്തത് ക്യൂബിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ ഇത് 1, 8, 27, 64, 125, 216. അപ്പോൾ 1 എന്ന് പറയുന്നത് 1നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 8 എന്ന് പറയുന്നത് 2വിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് 8. അടുത്ത 27 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് 27. അടുത്തത് 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ് 64. അടുത്തത് 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ് 125. 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണ് 216. ഇനി അപ്പോൾ അടുത്ത 3 എന്തായിരിക്കും? 7 ഇൻറ്റു 7 ഇൻറ്റു 7 എന്തായിരിക്കും? 343. ഇനി അടുത്തത് 8 ഇൻറ്റു 8 ഇൻറ്റു 8 എന്ത് വരും? 8 8 ആർ 64. 64 ഇൻറ്റു 8 512 എന്ന് കിട്ടും. അടുത്തത് 9 ഇൻറ്റു 9 ഇൻറ്റു 9 എന്ത് കിട്ടും? 9 9s ആർ 81. 9 729 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത നമ്പേഴ്സ് എന്തൊക്കെയാണ് കിട്ടിയത്? 343, 343, 512, 729. അടുത്ത 3 നമ്പേഴ്സ് ഇതാണ്. ഇത് 3 നമുക്ക് വിട്ടേക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പവറൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പോർഷൻസ് മതി. അപ്പോൾ ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.